കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. കല്ലൂർക്കാട് യുവാവ് വീട്ടിൽ മരിച്ചു കിടന്ന സംഭവം കൊലപാതകമെന്ന പോലീസ്. കല്ലൂർക്കാട് വെള്ളാരങ്കലിൽ KG അനുവാണ് മരിച്ചത്. സംഭവത്തിൽ പോത്താനിക്കാട് സ്വദേശി എൽദോസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എൽദോസ് അനുവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ മാർച്ച് 16-ാം തീയതിയാണ് വീടിനുള്ളിൽ വലിയ അളവിൽ രക്തം ഛർദ്ദിച്ച് മരിച്ച നിലയിൽ കാണപ്പെട്ട കല്ലൂർക്കാട് വെള്ളാരങ്കല്ലിൽ കല്ലിങ്കൽ 35 വയസ്സുള്ള KG അനുവിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പ്രതിയായ പോത്താനിക്കാട് തൃക്കേപ്പടി വേലമ്മാവുകുടി വിലാസത്തിൽ ജോർജിന്റെ മകൻ എൽദോസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസും പ്രദേശവാസികളും പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 4 വർഷമായി കൊല്ലപ്പെട്ട അനു സ്വന്തം വീടിന് 1 കിലോമീറ്റർ അകലെയുള്ള അയർലൻഡിലുള്ള കുടുംബത്തിന്റെ വീടും സ്ഥലവും നോക്കി വരികയായിരുന്നു. രാത്രി 8 മണിയോടെ അനു ഇവിടെ എത്തി നായ്ക്ക് ഭക്ഷണം കൊടുത്ത് ഗേറ്റ് പൂട്ടി വീട്ടിൽ പോകുകയാണ് പതിവ്. കഴിഞ്ഞ 13-ാം തീയതി അനു സ്കൂട്ടറിൽ നിന്ന് വീഴുകയും ഇടതുകാലിന് ആഴത്തിലുള്ള മുറിവ് പറ്റുകയും ചെയ്തു. പോത്താനിക്കാട് ക്ലിനിക്കിലെത്തി ചികിത്സ തേടുകയും ചെയ്തിരുന്നു. 15-ാം തീയതി മുറിവ് ഡ്രസ്സിങ്ങിനായി പോത്താനിക്കാട് ക്ലിനിക്കിൽ പോകവേ പോത്താനിക്കാട് ജയ്ക്കോ ജ്വല്ലറിക്ക് സമീപം വെച്ച് തർക്കമുണ്ടായി. സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയ പ്രതിയായ എൽദോസ് അനുവിന്റെ ഹെൽമറ്റ് ഊരുകയും തലയ്ക്കടിക്കുകയും ചെയ്തു. അടിയുടെ ആഘാതത്തിൽ അടിയേറ്റ അനു റോഡിൽ തലയിടിച്ചു വീഴുകയായിരുന്നു. വീഴ്ചയിൽ അവശനായ അനു പരസഹായത്താൽ മരണപ്പെട്ട വീട്ടിലെത്തുകയും അവശനായ അനുവിന് സ്വന്തം വീട്ടിലെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടാവുകയും അമിതമായ രക്തം ഛർദ്ദിച്ച് മരണപ്പെടുകയുമായിരുന്നു. പതിവ് പോലെ വീട്ടിലെത്താത്ത അനുവിനെ നിരവധി തവണ ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും മറുപടി ലഭിക്കാത്തതിനാൽ 16-ാം തീയതി ഞായറാഴ്ച രാവിലെ സഹോദരൻ തിരക്കിയെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് കല്ലൂർക്കാട് പോലീസിൽ വിവരമറിയിക്കുകയും കല്ലൂർക്കാട് പോലീസും ഫോറൻസിക് വിഭാഗം വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. അമിത അളവിൽ രക്തം ഛർദ്ദിച്ചു മരിച്ചു എന്ന നിഗമനത്തിലെത്തുകയായിരുന്നു. മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തലയുടെ പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് സംശയം തോന്നിയ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. സംഭവ ദിവസം കൊല്ലപ്പെട്ട അനു ചികിത്സാർത്ഥം പോത്താനിക്കാട് എത്തുകയും പ്രതിയായ എൽദോസുമായി വാക്തർക്കത്തിലേർപ്പെടുകയും തലയ്ക്കടിക്കുന്നതും നിലത്ത് തലയിടിച്ചു വീഴുന്ന രംഗവും CCTV പരിശോധനയിൽ കണ്ടെത്തുകയും പോലീസിന്റെ പിടിയിലാകുകയും ചെയ്തു.